ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ എക്സാം വോയേജ് 11K സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ്. അപ്പോൾ ഇന്ന് ഒരു ക്ലാസ് അല്ല, എനിക്ക് ടെലഗ്രാമിൽ 1-2 മെസ്സേജസ് വന്നതാണ്. വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അതിനിടയ്ക്ക് വീഡിയോ ചെയ്യുന്നുണ്ട്, പഠിക്കാനുള്ള സമയം കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? 3-4 പേരെന്നോട് ചോദിച്ചതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. വലിയ കാര്യങ്ങളൊന്നുമില്ല, ടൈം മാനേജ് ചെയ്യുന്ന കാര്യങ്ങളും പിന്നെ വീഡിയോ എടുക്കുന്ന കാര്യങ്ങളും എന്തൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് സ്റ്റഡി ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ആദ്യമേ ഇതാണ് എൻ്റെ സ്റ്റഡി ഏരിയ. അപ്പോൾ ഒരു സ്റ്റഡി റൂമായിട്ടൊന്നുമില്ല, നമ്മുടെ വീടിൻ്റെ മുകളിലൊരു ഹാള് പോലെയുണ്ട്. അപ്പോൾ ആ ഹാളിൻ്റെ ഒരു കോർണറിലാണ് ഞാൻ എൻ്റെ സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ കയ്യെത്തും ദൂരത്ത്, ഞാൻ ഇരിക്കുന്ന ചെയറിന് കയ്യെത്തും ദൂരത്ത് എൻ്റെ എല്ലാ മെറ്റീരിയൽസും, ഞാൻ പഠിക്കാൻ ഉപയോഗിക്കുന്ന എല്ലാ മെറ്റീരിയൽസും വേണമെന്ന് എനിക്ക് നിർബന്ധമുള്ളതുകൊണ്ട് 2 ടേബിളിലായിട്ടാണ് ഞാൻ ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. എന്നാൽ ബൾക്കായിട്ടൊരു ഫീലിംഗ് വരാനും പാടില്ല. ബൾക്കായിട്ട് കാണുമ്പോൾ ഇത്രയും നമുക്ക് അടിച്ചു തീർക്കണമല്ലോ എന്നൊരു ചിന്ത നമുക്കുണ്ടാവുമല്ലോ. അപ്പോൾ അതെനിക്ക് വരാനും പാടില്ല. ആ രീതിയിലാണ് ഞാൻ എൻ്റെ മെറ്റീരിയൽസൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഞാൻ LP-UP ഫോക്കസ് ചെയ്ത് പഠിക്കുന്നതുകൊണ്ട് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് സയൻസിനാണ്. അപ്പോൾ സയൻസിൻ്റെ മാക്സിമം ബുക്സാണ് ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്നത്. ബാക്കിയുള്ള കുറച്ച് ബുക്സ് ഞാൻ മറ്റൊരു ഷെൽഫിലേക്ക് മാറ്റിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മുന്നിലുള്ള ബുക്സും ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന സ്റ്റഡി മെറ്റീരിയൽസൊക്കെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. ഏത് എക്സാമിനാണോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അതിൻ്റെയൊക്കെ സിലബസ് നമ്മളുടെ കയ്യിൽ ആദ്യം പ്രിൻ്റ് എടുത്ത് വെക്കണം. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള സിലബസ് എന്ന് പറയുന്നത് ആദ്യം LGSൻ്റെ സിലബസ് ഉണ്ട്. കാരണം കമ്പനി ബോർഡ് LGS എഴുതാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ LP-UPയുടെ സിലബസ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് വൊക്കാബുലറിയുടെ ചാപ്റ്റർ ലിസ്റ്റാണ് കേട്ടോ. ഇത് ഓൾഡ് CRT NCERTയുടെ ചാപ്റ്റർ ലിസ്റ്റാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അതെല്ലാ സബ്ജക്റ്റിൻ്റെയും ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്കത് നോക്കുമ്പോൾ അറിയാമല്ലോ ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഞാൻ നിങ്ങൾക്കൊരു ചാപ്റ്റർ ലിസ്റ്റ് തന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ വരുന്നത് LDC സിലബസ്. ഇത്രയും സിലബസ് ഞാൻ ഓൾറെഡി പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലെല്ലാം കൂടി വരുന്ന കോമൺ ടോപ്പിക്സ് നമ്മൾ പഠിക്കുക എന്നുള്ളത് ഒരു ടെക്നിക്കായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഇങ്ങനെ ഒരു നോട്ട്ബുക്കാണ്, ഒരു റെക്കോർഡ് സൈസിലൊക്കെയുള്ള വലിയൊരു നോട്ട്ബുക്കാണ്. അപ്പോൾ സബ്ജക്റ്റ് വൈസായിട്ട് ഞാൻ നോട്ട്ബുക്ക് കീപ്പ് ചെയ്യാറില്ല. ഈ ഒരു നോട്ട്ബുക്കിൽ എനിക്ക് ഇനിയും റിവിഷൻ ചെയ്യണമെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ എഴുതി വയ്ക്കാറ്. ഒരു ചാപ്റ്റർ പഠിക്കുമ്പോഴാകട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോഴാകട്ടെ ഇനിയും നമുക്ക് റിവിഷൻ ചെയ്യണം എന്നൊക്കെ തോന്നുമല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ എഴുതി പോകാറ് ഈ ബുക്കിൽ കേട്ടോ. പിന്നെ വരുന്നത് ഇത് കണ്ടോ, ഉത്തോലകങ്ങളുമൊക്കെ ബന്ധപ്പെട്ട് വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ അതിനു വേണ്ടി ചെയ്തിരുന്ന ഒരു നോട്ടാണത്. പിന്നെ ഞാൻ നോട്ട് എഴുതുന്നത് മറ്റൊരു രീതിയിലാക്കി. എന്ന് വെച്ചാൽ ഒരു ചാപ്റ്റർ പഠിച്ച് അതിൻ്റെ കംപ്ലീറ്റ് നോട്ടും നമ്മൾ എഴുതി അങ്ങനെ വരുമ്പോഴേക്കും ടൈം ഒരുപാട് കൺസ്യൂം ചെയ്യുന്നതായിട്ട് തോന്നി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പിന്നീട് ഒരു ടോപ്പിക് എടുക്കുന്നു അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ എടുക്കുന്നു, ആ ചാപ്റ്ററിൽ അറിയാത്ത കാര്യങ്ങൾ മാത്രമായി നോട്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. എൻ്റെ കയ്യിൽ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ ആ ഒരു മെറ്റീരിയലിൻ്റെ സൈഡിൽ അറിയാത്ത പോയിൻറ്റ്സ് നോട്ട് ചെയ്തു. മെറ്റീരിയൽസ് ഒന്നും കയ്യിലില്ലാത്ത ടോപ്പിക്സിൻ്റെ അറിയാത്ത പോയിന്റുകൾ മാത്രമാണ് നോട്ട് ചെയ്തിട്ടുള്ളത്. അതായത് പുതിയ SCERT ചാപ്റ്റേഴ്സൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ മെറ്റീരിയൽസ് ഇല്ലാത്തതാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഈ ഒരു നോട്ട്ബുക്കിൽ ഒരു 1 അല്ലെങ്കിൽ 2 പേജിൽ ഒതുങ്ങുന്ന രീതിയിൽ ആ നോട്ടുകൾ ചെറിയതായിട്ട് എഴുതി വയ്ക്കുക. അപ്പോൾ നമുക്ക് റിവിഷൻ ചെയ്യാനും എളുപ്പമാണ്. പിന്നെ ഇത് ഓൾഡ് SCERTയിൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള റാങ്ക് മേക്കർ പുസ്തകമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ആ പുസ്തകത്തിൻ്റെ ഒരു അവസ്ഥ കണ്ടോ നിങ്ങൾ? ജീവശാസ്ത്രം, രസതന്ത്രം, ഭൗതികശാസ്ത്രം 3 കഷ്ണാക്കി വെച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ വളരെ കുറച്ച് പേജസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് താഴേക്ക് പോവുകയാണ്, അടുക്കളയിലേക്ക് പോയിട്ട് അടുക്കളയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഞാനത് കൊണ്ടുവയ്ക്കും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഏത് ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ചാൽ അതൊന്ന് മറിച്ച് നോക്കാം. അപ്പോൾ ജീവശാസ്ത്രമാണല്ലോ ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ബുക്കിൻ്റെ അവസ്ഥ ഉണ്ടല്ലോ. കെമിസ്ട്രി അത്ര വൃത്തികേടായിട്ടില്ല. അപ്പോൾ ഫിസിക്സ് അതുപോലെ ഇത് നമ്മൾക്ക് എപ്പോഴും ഹാൻഡിൽ ചെയ്യാനും എളുപ്പമാണ്. ഇപ്പോൾ എവിടെയും നമ്മൾ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ബാഗിൽ വെച്ച് കൊണ്ടുപോകാനാണെങ്കിലും എളുപ്പമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ റാങ്ക് ഫയലിനെ ഇങ്ങനെ കീറി മുറിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. അത് മാത്രമല്ല, റാങ്ക് ഫയൽ എന്നൊക്കെ പറയുമ്പോൾ അത് കുറച്ച് വലുതാണല്ലോ, നമ്മൾ കൈകാര്യം ചെയ്യുന്നതനുസരിച്ച് പേജസൊക്കെ അതിൽ നിന്ന് വിട്ടുപോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഒരു രീതി ഇങ്ങനെയാണ് കേട്ടോ. അത് എനിക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ട് തോന്നുകയും ചെയ്തു. പിന്നെ ഇപ്പോൾ ന്യൂ SCERT പഠിക്കാൻ വേണ്ടിയിട്ട് റീസെൻ്റായിട്ട് ഞാൻ വാങ്ങിച്ചൊരു പുസ്തകമാണ് PSC പള്ളിക്കൂടം. അത് 5th 7th 9th സയൻസ് മാത്രമാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇതിൽ വലിയ പ്രശ്നമില്ലാതെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. പേജസൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വേണം മറിക്കാനായിട്ട്. 220 രൂപയാണ് കേട്ടോ ഇതിൻ്റെ വിലയായിട്ട് വരുന്നത്. പിന്നെ 5th 7th 9th ഒട്ടുമിക്ക പോയിൻറ്റ്സൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പിന്നെ ഞാൻ ഫോളോ ചെയ്യുന്ന LP-UPയുടെ ടാലൻറ്റിൻ്റെ റാങ്ക് ഫയലാണ് ഇത് കേട്ടോ. ഇത് എൻ്റെ ഫ്രണ്ട് എനിക്ക് തന്നതാണ്. ആൾ എയ്ഡഡ് സ്കൂളിൽ കയറിയപ്പോൾ പിന്നെ ആൾക്ക് ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ആൾ എനിക്ക് ഇത് മാത്രമല്ല കുറച്ചധികം ബുക്സ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്പെഷ്യൽ താങ്ക്സ് ആ ഒരു ഫ്രണ്ടിനും കൂടി ഒരു സമയത്ത് ഞാൻ പറയുകയാണേ. അപ്പോൾ ഈ ബുക്കും ഇതുപോലെ തന്നെ ഞാൻ 3 കാറ്റഗറിയായി കട്ട് ചെയ്തു. കാരണം പേജസ് ഇളകി മാറുന്നതുകൊണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ അനുവാദത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ രീതിയിലേക്ക് അതാക്കി മാറ്റിയത്. അപ്പോൾ എനിക്ക് ഹാൻഡിൽ ചെയ്യാനും എളുപ്പമാണ്, മനസ്സിലായോ? അപ്പോൾ സയൻസ് ഒരു സെക്ഷനാക്കി, അതുപോലെ തന്നെ മാത്സ്,
പിന്നെ സൈക്കോളജി, ഇംഗ്ലീഷ്, മലയാളം മറ്റൊരു സെക്ഷനാക്കി, അങ്ങനെ 3 പാർട്ടാക്കി ഞാൻ അതിനെ ഡിവൈഡ് ചെയ്തു. അപ്പോൾ എനിക്കത് ഹാൻഡിൽ ചെയ്യാനും എളുപ്പമുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡാണ്, മൊബൈൽ ഹോൾഡറാണ് കേട്ടോ. പിന്നെ ഉള്ളത് SCERT പാഠപുസ്തകങ്ങളാണ്. ഇതൊക്കെ ഓൾഡ് SCERT ആണ് കേട്ടോ. ന്യൂ SCERT പാഠപുസ്തകങ്ങളൊന്നും എനിക്ക് അവൈലബിൾ ആയിട്ടില്ല. അപ്പോൾ അത് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ പിന്നെ ഞാനത് പഠിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ നോട്ട്ബുക്കിൽ അത് എഴുതി വെക്കും. പിന്നെ കൂടാതെയുള്ള ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള PSCയുടെ പ്രൈം PSC ആണേ. പിന്നെ ഉള്ള കുറച്ച് റാങ്ക് ഫയലൊക്കെ കയ്യിലുണ്ട്. അതൊക്കെ പഴയ റാങ്ക് ഫയലാണ് കേട്ടോ, ഡിഗ്രി ലെവലിൻ്റെ റാങ്ക് ഫയലാണ് ഇത്. അപ്പോൾ ഇതൊക്കെ എല്ലാ റാങ്ക് ഫയലും ഞാൻ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് എക്കണോമിക്സിൻ്റെ ഡിവൈഡ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇങ്ങനെയാകുമ്പോൾ പുസ്തകങ്ങൾ അധികം കേടാവില്ല, നമുക്കത് ഹാൻഡിൽ ചെയ്യാനും എളുപ്പമാണ്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പിന്നെ ഈ പുസ്തകമൊക്കെ എനിക്ക് എൻ്റെ ഫ്രണ്ട് തന്നതാണ് കേട്ടോ. ഇതൊക്കെ ഓൾഡ് SCERT ബേസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ സോഡിയാക്കിൻ്റെ ഒരു പുസ്തകം, അത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാ സബ്ജക്റ്റും ഇൻക്ലൂഡ് ആകുന്ന SCERTയുടെ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ട് വിത്ത് ഓപ്ഷൻസ് നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ആൻസർ അവിടെ തന്നിട്ടുണ്ടാവും. ആൻസർ വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇതിൻ്റെ ന്യൂ SCERT വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് ഓൾഡ് SCERT ആണ്. വളരെ എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു പുസ്തകമാണ് ഓൾഡ് SCERT കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി മാത്രമാണ് കേട്ടോ. അതുപോലെ ബയോളജിയുടെയാണ്. അത് കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഓരോ സെക്ഷനായിട്ട് നമുക്കത് ഹാൻഡിൽ ചെയ്യാനും എളുപ്പമുണ്ട്. അപ്പോൾ ബയോളജി ആ രീതിയിലുണ്ട്. പിന്നെ സോഷ്യലും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് സയൻസ് ആയതുകൊണ്ട് സയൻസ് മാത്രമാണ് എൻ്റെ മുൻപിൽ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളൂ. അത് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നല്ലൊരു പുസ്തകമാണ് ഇത് കേട്ടോ. സോഡിയാക്ക് പബ്ലിക്കേഷനാണേ. ഓൾഡ് SCERT നമുക്ക് കവർ ചെയ്യും. അപ്പോൾ ആ കവർ ചെയ്യുന്നതിൻ്റെ ഒപ്പം അതിൻ്റെ ചോദ്യങ്ങൾ ഏത് രീതിയിൽ വരും എന്നൊക്കെ മനസ്സിലാക്കാൻ ഈ ഒരു ബുക്ക് എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഒരു PSCയുടെ PYQ സെക്ഷനാണ്. ഇത് സോഴ്സ് ഫൈൻഡർ എന്നുള്ളൊരു ബുക്കാണ്. ഇതും സോഡിയാക്കിൻ്റെ പബ്ലിക്കേഷൻ തന്നെയാണ്. ഒരിടയ്ക്ക് എനിക്കിങ്ങനെ പുസ്തകങ്ങൾ ഒരുപാട് വാങ്ങിക്കൂട്ടുന്ന ഒരു ഹരമായിരുന്നു. ഇപ്പം ഞാൻ ഇടയ്ക്കൊക്കെ എടുത്തു വെച്ച് ചെയ്യാറുണ്ട്, ഓരോ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറും, അപ്പോൾ എത്ര മാർക്ക് കിട്ടിയെന്നും അതുപോലെ തെറ്റിപ്പോയ ഭാഗത്തിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ബുക്ക് യൂസ്ഫുൾ ആണ്. പിന്നെ കഴിഞ്ഞ വർഷമാണ് LP UPക്ക് വേണ്ടിയിട്ട് ഞാൻ കാര്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത്. പക്ഷേ എനിക്ക് എക്സാം ആ ഒരു വിചാരിച്ച സമയത്ത് എനിക്ക് കുറച്ച് പേഴ്സണൽ എമർജൻസി വന്ന കാരണം ഞാൻ വിചാരിച്ച രീതിയിൽ എനിക്ക് പെർഫോം ചെയ്യാനായിട്ട് പറ്റിയില്ല. ഓക്കെ, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള മാർക്കിൽ നിന്നാണ് റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഔട്ടായി പോയത്. അപ്പോൾ ഈ ഒരു പുസ്തകം ബെസ്റ്റ് പബ്ലിക്കേഷൻ്റെ പുസ്തകമാണ്. ഇത് വന്നിട്ട് 2020 വരെയുള്ള LP UP ക്വസ്റ്റ്യൻ പേപ്പർ, പിന്നെ ഒരു 50ഓളം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, എലോങ് വിത്ത് കട്ട് ഓഫ് 2020 കട്ട് ഓഫ് ഒക്കെ തന്നിട്ടുള്ള ഒരു ബെസ്റ്റ് പബ്ലിക്കേഷൻ്റെ പുസ്തകമാണ് ഇത്. ഓക്കെ, ഇത് നേരത്തെ കാണിച്ച ഡിഗ്രി ലെവൽ പ്രിലിമിനറിക്ക് വേണ്ടിയിട്ടുള്ള വോളിയം 2 ആണ് കേട്ടോ. വോളിയം 1 ഒക്കെ ഓൾറെഡി കട്ട് ചെയ്തു. വോളിയം 2 ചെറിയ ബുക്കായതുകൊണ്ട് അത് അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്. പിന്നെ എൻ്റെ കയ്യിലുള്ള ഏറ്റവും വലിയൊരു അസറ്റായിട്ട് എനിക്ക് പറയാനുള്ളത് ഇതാണ്, തൊഴിൽ വാർത്ത, തൊഴിൽ വീതി. അതിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്ത് വരുമല്ലോ, കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനോട് കൂടിയിട്ട് PYQs ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷനായിട്ട് ഓരോ ടോപ്പിക്ക് നമുക്ക് തരുന്ന പേജസ് ഉണ്ട്. തൊഴിൽ വാർത്തയും തൊഴിൽ വീതിയും ഒക്കെ ഈ കളക്ഷനിലുണ്ട് കേട്ടോ. അപ്പോൾ അത് ഓരോ സെറ്റാക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഓരോ സെറ്റിലും നമ്മൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നോക്കിയാൽ പ്രതിരോധവുമായി ബന്ധപ്പെട്ട്, ശരീരത്തിൻ്റെ പ്രതിരോധവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു പേജാണ്. അപ്പോൾ അവിടെ കണ്ടോ, ന്യൂട്രോഫിൽ, ബേസോഫിൽ, ഈസ്നോഫിൽ നമ്മൾ പഠിച്ച, ജസ്റ്റ് റീസെൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. അപ്പോൾ ഇത് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് എനിക്ക് ഓരോ ടോപ്പിക്കും പഠിക്കുമ്പോൾ ഞാനിങ്ങനെ കാറ്റലോഗ് പോലെ ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ സെറ്റിലും, ഇതിപ്പോൾ സെറ്റ് 18 എന്നല്ലേ കാണിച്ചിരിക്കുന്നത്, ഓരോ സെറ്റിലും എന്തെല്ലാം കാര്യങ്ങൾ ഇൻക്ലൂഡ് ആവുന്നുണ്ട് എന്നുള്ളത് ഇങ്ങനെ ഞാനൊരു കാറ്റലോഗ് പോലെ ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കത് വളരെ ഹെൽപ്ഫുൾ ആണ്. പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഓരോ ടോപ്പിക് വൈസായിട്ട് ഞാൻ പഠിച്ചിട്ടുള്ള നോട്ടുകളാണ് കേട്ടോ. ഇതെല്ലാം ക്ലിപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഓരോ ക്ലിപ്പും. അപ്പോൾ എടുക്കുമ്പോൾ എനിക്കറിയാം ഇതിപ്പോൾ ഹിസ്റ്ററിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹിസ്റ്ററി LP UP ഓറിയൻറ്റഡ് ആയിട്ട് ഞാൻ പഠിച്ചിട്ടുള്ള ഏരിയാസാണ് A4 പേപ്പറിൽ നോട്ട് എഴുതി വെച്ചത്. കഴിഞ്ഞ വർഷം ഞാൻ പ്രിപ്പയർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നോട്ട് എഴുതി വെച്ചിട്ടായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വന്നതായിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ വളരെ പേഴ്സണലായിട്ടുള്ള ഒരു കാര്യം കൊണ്ട് മാത്രമാണ് ആ ഒരു എക്സാം എനിക്ക് നല്ല രീതിയിൽ ഭയങ്കര വിഷമമായിരുന്നു എനിക്ക് ആ സമയത്തൊക്കെ. പക്ഷേ എന്തോ അതങ്ങനെ കഴിഞ്ഞു പോയി. അപ്പോൾ നമുക്ക് വിധിച്ചിട്ടുള്ളതല്ലാന്ന് എനിക്ക് തോന്നി. ഇത് സയൻസാണ് കേട്ടോ. അപ്പോൾ ഈ തവണ നല്ല രീതിയിൽ എക്സാം എഴുതണം എന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പോൾ നിങ്ങൾക്കും ഒരു സപ്പോർട്ട് ആവുമെങ്കിൽ അത് ആയിക്കോട്ടെ എന്ന രീതിയിലാണ് നമ്മൾ വീഡിയോ ക്ലാസ്സുകളൊക്കെ ചെയ്യുന്നത്. ഇത് സയൻസിൻ്റെ ഏരിയ ആണ്. അപ്പോൾ അങ്ങനെ ഓരോ സബ്ജക്റ്റും ഞാൻ അങ്ങനെ ക്ലിപ്പിട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതെടുത്ത് നോക്കുമ്പോൾ ഏത് ഭാഗമാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് എടുത്ത് റെഫർ ചെയ്യാനൊക്കെ എളുപ്പമാണല്ലോ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. പിന്നെ ടൈം മാനേജ്മെൻറ്റായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, കാലത്ത് ഒരു 5 മണി 5:30 ആകുമ്പോഴേ ഞാൻ എണീക്കാറുള്ളൂ കേട്ടോ. അതിന് മുമ്പൊന്നും എനിക്ക് എണീറ്റാൽ ശരിയാവില്ല. അപ്പോൾ 5:30 തൊട്ട് 7 മണി വരെയൊക്കെയാണ് ഞാൻ നോക്കാറുള്ളത്. അതിനുശേഷം പിന്നെ നമുക്ക് അടുക്കളയിലേക്ക് പോയി കഴിഞ്ഞാൽ മക്കൾക്ക് സ്കൂളിൽ പോകണം, ഹസ്ബൻഡ് പോകണം, അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ രാവിലെ നമ്മൾ അടുക്കള കാര്യങ്ങളൊക്കെ ചെയ്തു 9 മണിയാകുമ്പോഴേക്കും അടുക്കളയിലെ വർക്കൊക്കെ കഴിയും. ഓക്കെ, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ്, ചോറ്, എന്തെങ്കിലുമൊക്കെ ഒരു കറി വയ്ക്കും. അത് കഴിഞ്ഞ് പിന്നെ അമ്മയും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അമ്മയും എന്തെങ്കിലുമൊക്കെ ഒരു കറിയൊക്കെ വയ്ക്കുമ്പോൾ അപ്പോൾ ഉച്ചയ്ക്കുള്ളതൊക്കെ അങ്ങനെ ആവുമല്ലോ. ഇത് പഴയ ഒരു ഹരിശ്രീയാണ് കേട്ടോ. 2008 മറ്റോ ആണ് കേട്ടോ. കാരണം ഇവിടെ ഹസ്ബൻഡിൻ്റെ ബ്രദർ PSCക്ക് പഠിക്കുന്നുണ്ടായിരുന്നു. ആൾക്ക് സെക്രട്ടേറിയറ്റിൽ കിട്ടുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആളുടെ കുറേ കളക്ഷൻസ് ഞാൻ മാരേജ് കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇപ്പോൾ എനിക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് 9 മണിയാകുമ്പോഴേക്കും മക്കൾ സ്കൂളിലേക്ക് പോകും. അപ്പോൾ അതോടുകൂടി നമ്മളുടെ ആ ഒരു സമയം ആ ഒരു വർക്കുകളൊക്കെ കഴിഞ്ഞല്ലോ, പിന്നെയുള്ള സമയം നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യും. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പിന്നെ വരുന്നത് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ കിച്ചണിലേക്ക് പോകുന്നത്. ഫുഡിന് ശേഷം കുറച്ച് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷമാണ് പിന്നെ പഠിക്കാറ്. 4 മണിയാകുമ്പോഴേക്കും മക്കൾ വരും. വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ പുറകെയാണല്ലോ, ഒരാൾ 3rd ഒരാൾ 4th ആണ് പഠിക്കുന്നത്. ഇഷ്ടം പോലെ കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് പഠിക്കാനുള്ള സമയം ഉണ്ടാവില്ല. അവരുടെ ഹോംവർക്കായി, അല്ലെങ്കിൽ അവരുടെ വിശേഷങ്ങൾ കേട്ടിരിക്കണം, പിന്നെ അവർക്ക് പഠിക്കാനുള്ളതായി, അങ്ങനെ വന്ന് 9 മണി, രാത്രി 9 മണിയൊക്കെ ആകുമ്പോഴാണ് ഫുഡ് കഴിച്ച് പിന്നെയാണ് നമ്മളൊന്ന് ഫ്രീ ആവുന്നത്. 9:30 9:45 ആ ഒരു സമയത്തോടു കൂടി ഫ്രീ ആവും. പിന്നെ ഞാനൊരു 11 മണി വരെയൊക്കെ അന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒന്ന് ഓടിച്ചിട്ട് നോക്കാറുള്ളത് കേട്ടോ. 11 മണിയാകുമ്പോൾ ഞാൻ കിടക്കും. അത്രേ ഉള്ളൂ എൻ്റെ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ എൻ്റെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, മാക്സിമം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ പഠിക്കും. പക്ഷേ എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ ഫോണിൽ നോക്കി ആ ഫോണിൽ കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ പരമാവധി സ്ക്രീൻ ടൈമൊക്കെ കുറച്ച് നല്ല രീതിയിൽ എക്സാമിലേക്ക് പ്രിപ്പറേഷന് കണ്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു 6 to 8 അവേഴ്സാണ് എനിക്ക് ഡെയിലി പഠിക്കാനായിട്ട് കിട്ടുന്നത്. മാക്സിമം കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു ഫാമിലി ആയിട്ട് ജീവിക്കുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് ഒരുപോലെ പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മാക്സിമം എൻ്റെ കഴിവിൻ്റെ മാക്സിമം ഞാൻ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിനിടയിൽ തന്നെ വീഡിയോ ചെയ്യാനായിട്ടും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് വോയിസൊക്കെ പരമാവധി കുറയ്ക്കാനായിട്ട് കാലത്ത് തന്നെയാണ് മിക്കവാറും വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്യാറ്. പിന്നെ ആ ഒരു കാലത്ത് എന്തെങ്കിലും പറ്റാത്ത സ്ഥിതികളുണ്ടെങ്കിലാണ് മറ്റേ ഇടയ്ക്കുള്ള സമയങ്ങളിലൊക്കെ ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പഠന സമയം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഓൾറെഡി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, CBSE സ്കൂളിലാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ മുന്നിലൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ തുറന്ന് കിടക്കുകയാണ്. ഏജ് ഓവർ ആവുന്നത് വരെ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിനൊക്കെ ഇങ്ങനത്തെ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജോലിക്കൊന്നും പോകുന്നില്ല, വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്, പഠിക്കുകയാണ്. പിന്നെ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നമുക്ക് തോന്നും ജോലി റിസൈൻ ചെയ്യേണ്ടായിരുന്നു, ജോലിക്ക് പോകാമായിരുന്നു എന്നുള്ളത്. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ നമ്മുടെ മുന്നിലുള്ളൊരു അവസരം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നമുക്കൊരു ജോലിയിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാലുള്ള നമ്മളുടെ നല്ല ലൈഫ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, നമ്മുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരും എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ചിന്തിച്ച് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പോസിറ്റിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക, പിന്നെ ഒരു ക്ഷമയോടുകൂടി നമ്മൾ അപ്രോച്ച് ചെയ്യുക. ഓക്കെ, എല്ലാ ദിവസവും ചിലപ്പോൾ നമുക്ക് ഒരുപോലെ പഠിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഓക്കെ, പഠിക്കാൻ പറ്റാത്ത ദിവസമാണെങ്കിലും കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് എന്താണോ അതിനെ ഒന്ന് റിവൈസ് ചെയ്യാനുള്ള ടൈമെങ്കിലും നമ്മൾ കണ്ടെത്തുക. അങ്ങനെ നമ്മളെപ്പോഴും ബുക്സുമായിട്ട്, നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസുമായിട്ട്, നമ്മുടെ സിലബസുമായിട്ട് ഒരു കീപ്പ് ഇൻ ടച്ച് മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത്. ടെലഗ്രാമിൽ 1-2 മെസ്സേജുകൾ വന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കും അത് ഹെൽപ്ഫുൾ ആവുമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് ടെലഗ്രാം ചാനൽ കൂടി ഉണ്ട് കേട്ടോ, എക്സാം വോയേജ് എന്നാണ് ടെലഗ്രാം ചാനലിൻ്റെ പേര്. അപ്പോൾ താല്പര്യമുള്ളവർ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്തോളൂ. LP UP ഫോക്കസ് ചെയ്തിട്ട് തന്നെയാണ് ടെലഗ്രാം ചാനൽ മുന്നോട്ട് പോകുന്നത്. സ്റ്റഡി പ്ലാനുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ടുള്ള എക്സാംസ് ഒക്കെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനായിട്ടും സാധിക്കും. ലിങ്ക് ഫസ്റ്റ് കമൻ്റായിട്ട് പ്രൊവൈഡ് ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.